ഗുലാബി, അസ്സലാം വലൈക്കും വറഹമത്തുള്ളാഹി വബർക്കാത്തു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമുക്ക് 8ാം ക്ലാസ്സിന്റെ ആദ്യത്തെ 2 യൂണിറ്റ് പാഠഭാഗങ്ങളൊക്കെ ഈ ചാനലിൽ വന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞു. നമുക്കിനി ഫസ്റ്റ് ടൈം എക്സാം ആണ്. ഇപ്രാവശ്യത്തെ എക്സാമിന് ഒരു പ്രത്യേകത എന്നുള്ളത് പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ഒരു ചോദ്യപേപ്പറാണ് ഉണ്ടാവുക. അതായത് 40 മാർക്കിനാണ് ചോദ്യമെങ്കിലും 55 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും, 40 മാർക്കിന് ഉത്തരവേണ്ടിയുണ്ട്. അതായത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത് പുതിയ ചാനലാണ്, കീബോർഡ് ജലീൽ മാസ്റ്റർ ബാക്കപ്പ്. ഇതൊരു ബാക്കപ്പ് ചാനലാണ്, നമ്മൾ പുതിയ ഒരു ചാനൽ തുടങ്ങിയതാണ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി നഖറഉൽ ഫിഖറ വ അജിബ് അനിൽ അസ്ഇല. ഇവിടെ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഇസ്തൈഖദ ഫൗസാൻ മിനൻ നൗം. ഫൗസാൻ ഉറക്കത്തിൽ എണീറ്റു സബാഹൻ രാവിലെ. ലാഹദത്തിൽ ഉമ്മ ശ്രദ്ധിച്ചു ഇബ്നഹ മകനെ. വസഅലത് ബിലുത്ഫിൻ സ്നേഹത്തോടെ ചോദിച്ചു മാ ബിക യാ ബുനയ്യ, എന്ത് പറ്റി മോനെ? ഫഅജാബ ഫൗസാൻ മറുപടി പറഞ്ഞു കൈഫ ഉഹഖിഖു അഹ്ലാമി, എന്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ സാധ്യമാക്കും? എന്റെ കൂട്ടുകാർ സംസാരിക്കുന്നത് എന്താണ്? അൻ മുസ്തഖ്ബിലിഹിം സാഹിർ, അവരുടെ ശോഭനമായ ഭാവിയെ കുറിച്ചാണ്. അന ലാ അംലികു ഷൈഅ, എനിക്കാണെങ്കിൽ ഒന്നുമില്ല. ബഅദുൽ അസ്ഇല, ഇത് പ്രകാരം കുറച്ച് ചോദ്യങ്ങൾ. സദീഖുൻ ജംഉഹു, സദീഖുൻ ജം എന്താണ്? സദീഖുൻ ജം ഇവിടെ ഉണ്ട് അല്ലെ. അസ്തിഖാ, ഏതാ പറയാ? അസ്തിഖാ. സുമ്മ വാലിദത്തുൻ മുതറാദിഫുഹു, വാലിദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മ, അൽ ഉമ്മ അല്ലെ, അതിന്റെ അതേ പദമുള്ള വാക്ക് വൽ ഉമ്മ, വാലിദത്ത് അൽ ഉമ്മ മുതറാദിഫ്. സുമ്മ മസാ റിദ്, മസാ എന്ന് പറഞ്ഞാൽ എന്താ? വൈകിട്ട്. റിദ്ദുഹു, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? മസാ. സബാഹ് എവിടെയുണ്ട്? സബാഹ്. പിന്നെ കൈഫ യസ്തൈഖുദു ഫൗസാൻ എങ്ങനെയാണ് എണീറ്റത്? അതിന്റെ ഉത്തരം നേരിട്ട് ഈ പാരഗ്രാഫിൽ ഇല്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് എഴുതണം എങ്ങനെയാണ് ഫൗസാൻ എണീറ്റ്. ഫൗസാൻ ഈ വാക്കും പറഞ്ഞിട്ടാണ് എണീറ്റ് അല്ലെ. എന്റെ ആ സ്വപ്നങ്ങൾ എങ്ങനെ സാധ്യമാക്കും എന്നും പറഞ്ഞിട്ടാണ് എണീറ്റത്. അപ്പൊ എങ്ങനെ എഴുതണം? ഇസ്തൈഖദ ഫൗസാൻ മിനൻ നൗമി സബാഹൻ വഹുവ യഖൂൽ, അല്ലെങ്കിൽ ഇസ്തൈഖദ ഫൗസാൻ മിനൻ നൗമി ഹസീനൻ എന്ന് പറയാം ഒരു ഉത്തരം. അല്ലെങ്കിൽ ഇസ്തൈഖദ ഫൗസാൻ മിനൻ നൗമി സബാഹൻ വഹുവ യഖൂൽ, അവൻ പറയുകയാണെന്ന് കൈഫ ഉഹഖിഖു അഹ്ലാമി വഅസ്തിഖാഇ യതഹദ്ദസൂന അൻ മുസ്തഖ്ബിലിഹിം സാഹിർ. ഇങ്ങനെ നമ്മൾ ആലോചിച്ച് എഴുതാൻ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ ഇപ്രാവശ്യം പരീക്ഷയ്ക്കുണ്ടാവും, അത് ഓർക്കുക കേട്ടോ. ഇനി 5-മത്തെ നഖറഉ തസ്രീഹു വനക്തശിഫു സത്രൽ മുനാസിബ് ഫിൽ മഅന, അർത്ഥത്തിൽ എന്താണ് യോജിച്ച, ആശയത്തിൽ യോജിച്ച വരി കണ്ടെത്താൻ. കലാമുൽ ഉമ്മി റാഹത്തുൽ ലിന്നഫ്സ്, ഉമ്മയുടെ വാക്ക് മനസ്സിന് ആശ്വാസമാണ്. അതിലേതാ? ഫീ ഹലിനിഹ അമാൻ ഫീ സദ്രിഹൽ ഹനാൻ ഇൻ ലഫനിൽ ളലാം ഫീ ഹലിനിഹ അനാം കലാമുഹ ഗന വഹംസുഹ ഷിഫാ. ഏതാ വരിക? ഫീ ഹലിനിഹ അമാൻ, അവരുടെ എന്താണ് നെഞ്ചിൽ സമാധാനമുണ്ട്, അവരുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ട്. ഇരുട്ട് വന്നാൽ അവരുടെ മടിയിൽ ഞാൻ ഉറങ്ങും. കലാമുഹ ഗന, അവരുടെ സംസാരം എനിക്കൊരു പാട്ടാണ്. അപ്പോ കലാമുൽ ഉമ്മ ഇതാണ് വരിക അല്ലെ. ഇതാണ്, ഈ വരിയാണ് നമുക്ക് ഉത്തരമായി എഴുതാൻ കഴിയുക. ഓക്കെ, അടുത്തത് കമ്മിൽ കമാഫിൽ മിസാൽ. അതിൽ ഓർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നുണ്ടല്ലേ, പുതിയ പാറ്റേൺ. അൽ മിസാൽ എന്താണ്? അൽ മൻദർ അസ്സഹൽ ജമീൽ. ഇതിങ്ങനെ പ്ലസ് ആയി കൊടുത്തത് എങ്ങനെയാക്കി? ഇവിടെ മുലാഫിലേഹി ആക്കി എഴുതി പഠിച്ചതാണ്. ഇതിന്റെ എല്ലാ ക്ലാസ്സുകൾ ഈ ചാനലിൽ തന്നെ 8th സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ്, 8th സ്റ്റാൻഡേർഡ് അറബിക് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ, പോയി നോക്കാം. അപ്പൊ മൻദർ അസ്സഹൽ ജമീൽ, അപ്പൊ മൻദറു സഹലി ജമീലുൻ. അപ്പൊ അൽ മൻദറിലെ അലിഫ്ലാം ഇവിടെ കളഞ്ഞു, അസ്സഹലീൻ എഴുതിയിട്ടുണ്ട്, ജമീൽ എന്നുള്ളത് ജമീലും ആക്കിയിട്ടുണ്ട്, സഹലി എന്നുള്ളത് സഹലീൻ ആക്കിയിട്ടുണ്ട് അല്ലെ. കണ്ടില്ലേ സഹലീന്ന്. ഓക്കെ, അപ്പൊ അത് സഹലി എന്നാക്കി എഴുതാം, മുലാഫിലേഹി കസ്ർ കൊടുത്ത് എഴുതണം. അപ്പൊ അൽ ബിനാഉ അൽ മസ്ജിദി ഖദീമുൻ എങ്ങനെ വരും? ബിനാഉൽ മസ്ജിദി ഖദീമുൻ. ഇവിടെ അലിഫ്ലാം കളഞ്ഞ് ബിനാഉ അൽ മസ്ജിദി, ദായുടെ അവിടെ ദീനാക്കണം, ഖദീമുൻ എന്ന് എഴുതണം. ബിനാഉൽ മസ്ജിദി ഖദീമുൻ, അലിഫ്ലാം ഇടാൻ പാടില്ല. ഓക്കെ,
അൽ കലമാനി അൽ മുദരിസി ജദീദാനി. ഇതെങ്ങനെ വരും? അൽ കലമാനിൽ അൽഫിലാം ഒഴിവാക്കുക, കലമാനി രണ്ടെണ്ണം ആയി കഴിഞ്ഞാൽ എന്താവും? നാ ഒഴിവാക്കണം. അപ്പൊ കലമാ എന്ന് പറയണം. കലമാ അൽ മുദരിസി. അൽ കലമാ എന്നല്ല, കലമാ, ഈ അലിഫിട്ട് എഴുതണം. കലമാ അൽ മുദരിസി ജദീദാനി എന്നാണ് ഉത്തരം വരിക. ഓക്കെ. അടുത്തത് റത്ത്. ഇതില് ഈ 6 2 ഓപ്ഷൻ ഉണ്ട് നടത്താം. ഇതോ എഴുതണം. അൽ ഉമ്മു കലാമുൻ ഷിഫാ. അൽ ഉമ്മു കലാമു ഷിഫാ. എങ്ങനെ വരിക? ജിംല ശരിയാക്കാം. അതായത് നമ്മുടെ ഫസ്റ്റ് ഇവിടെ ഇത് തന്നെ കൊടുത്തിട്ടുണ്ട്, കലാമുൽ ഉമ്മി ഷിഫാ അല്ലെ. അപ്പൊ അൽ ഉമ്മു കലാമുൻ ഷിഫ. ഉമ്മ വാക്ക് ഷിഫയാണ്. എങ്ങനെ വരിക? കലാം അൽ ഉമ്മി ഷിഫാ. അങ്ങനെ ഉത്തരം വരിക. കലാം അൽ ഉമ്മി ഷിഫാ. അടുത്തത് അൽ ഫറഹ് യൗമു സുറൂർ അൽ യൗം. ഇവിടെ അൽ യൗം എന്നാണ്. അൽ യൗമു യൗമുൽ ഫറഹി വ സുറൂരി എന്നാണ് വരേണ്ടത് അല്ലെ. എങ്ങനെ വരണം? അൽ യൗമു യൗമുൽ ഫറഹി വ സുറൂർ, അല്ലെങ്കിൽ യൗമു സുരൂരി വൽ ഫറഹ്. അങ്ങനെ എഴുതാം. അൽ യൗമു യൗമു സുരൂരി വൽ ഫറഹ് എന്ന് എഴുതാം. നമ്മുടെ വാ ഇല്ല കേട്ടോ, വാ ചേർത്ത് കൊടുക്കണം. അതാണ് ഇതിൽ ചെയ്യേണ്ടത്. ഓർഡറിലാക്കാം. 7ാമത്തെ ചോദ്യം, അബ്ദി ബി സിയഗിൻ മാളിയത്തിൻ മുനാസിബത്തിൻ ലിൽ അഫ്ആലി ഫിൽ ഖൗസൈൻ. ഇവിടെ ബ്രാക്കറ്റിൽ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അതിന്റെ അനുയോജ്യമായ സീഗ, അതിന്റെ ശരിയായ രൂപം ഇവിടെ എഴുതണം. എങ്ങനെയാ? അൽ ഔലാദ് കുട്ടികൾ ഡാഷ് അദ്ദർസ് പാഠം എഴുതി എന്നാണ് അല്ലെ. അൽ ഔലാദ് എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളില്ലേ. കുറെ കുട്ടികൾ വരുമ്പോ കത്തബ എന്ന് പോരാ, ഇത് വരണം കുറെ കുട്ടികളിനെ കത്തബ കത്തബ കത്തബൂ. അപ്പൊ കത്തബൂ എന്ന് കൂടെ വരും. ശരിയല്ലേ? കത്തബൂ അദ്ദറസ്. അന ഡാഷ് മലക്ക മാലൻ കസീറൻ. അന വന്നു കഴിഞ്ഞാൽ മലക്ക എന്താകും? മലക്ക മലക്ക മലക്കു മലക്കത്ത് അവസാനത്തെയാണ്. മലക്കത്ത മലക്കിന, മലക്തു മലക്കിന അല്ലെ. അപ്പോ മലക്തു, അന മലക്തു മാലൻ കസീറ എന്നാണ് ശരി. അതിലും ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് 7ാമത്തതില്. കണ്ടോ? കമ്മിലിൽ ഫറാഗ മിൻ ഹർഫിൻ മുനാസിബിൻ മിമ്മ ഖൗസൈൻ. ഇതിൽ അനുയോജ്യമായ ഹർഫ്, അതായത് നവാസിബുകൾ വെച്ചു കൊടുക്കാനാണ്. തൊലബൽ മുദരിസു മിൻ ഫൗസാൻ. അധ്യാപകൻ ആവശ്യപ്പെട്ടു. മിൻ ഫൗസാൻ, ഫൗസാനോട് ആവശ്യപ്പെട്ടു. യദുറുസ, യദുറുസ എഴുതുവാൻ. ആ എന്ന് വരാൻ ഏതാണ്? അൻ. അൻ യദുറുസ ആണ് വരിക കേട്ടോ. അപ്പൊ ആദ്യം അൻ. പിന്നെ ജയ്യിദൻ എന്തിനു വേണ്ടിയാ? ഡാഷ് യൻജഹ ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ യൻജഹ വിജയിക്കുന്നു എന്നാണ്. അപ്പൊ വിജയിക്കുന്നതിന് വേണ്ടി കൈ അല്ലെ. കൈ യൻജഹ ജയ്യിദൻ. അങ്ങനെയാണ് എന്റെ ഉത്തരം കൊടുക്കേണ്ടത്. റെഡിയല്ലേ മക്കളെ? ഇനി സെക്ഷൻ ഡി, അതായത് സെക്ഷൻ 1ലെ ക്വസ്റ്റ്യൻസ് എത്രയും കേട്ടത്. സെക്ഷൻ ഡിയില് സിൽ ബിൽ മുനാസിബ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൗസാൻ അത സുലൈമാൻ അർ-റമൂനി ഇത്ആമു ത്വആം. ഇതാണ് 3. ഇവിടെ 4 ഉണ്ട്. എങ്ങനെ എഴുതാം? ഫൗസാൻ ആരാണ്? ഫൗസാൻ ഷാഇറുൻ മഷ്ഹൂർ, എന്താണ്? പ്രസിദ്ധനായ കവി. ഖൈറുൽ അഅ്മാൽ നല്ല പ്രവർത്തനം. വലതും ദക്കിയും ബുദ്ധിയുള്ള കുട്ടി. അർമല വിധവ. ഏതാണ്? ഏതാ വരിക? വലതും ദക്കി അല്ലെ. ഫൗസാൻ വലതും ദക്കി എന്ന് കൊടുക്കാം. വലത് ഫൗസാൻ എന്താണ്? വലതും ദക്കി. അതാ സുലൈമാൻ അർ-റമൂനി, അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു കവിയാണ് അല്ലെ. അതാ സുലൈമാൻ അർ-റമൂനി ഇവിടെ കൊടുക്കും. ഷാഇറുൻ മഷ്ഹൂർ. ഇത്ആമു ത്വആം ഫുഡ് കൊടുക്കൽ ഒരു നല്ല പ്രവർത്തനമാണ്. ഇത് ഖൈറുൽ അഅ്മാൽ. ഓക്കെ, അതാണ് അതില് മാച്ച് ചെയ്യാനുള്ളത്. ഇനി 9 ഇഖ്റ ഹർമൽ കലിമാത്ത്. വേർഡ് പിരമിഡ് ആണ്. വേർഡ് പിരമിഡ് എങ്ങനെ വരിക? സൽമാൻ യക്തുബു ദറസ്. ഇവിടെ ഫാത്തിമിയായി. സൽമാൻ യക്തുബു ദറസ് എന്നുള്ളത് ഫാത്തിമിയാവും. എന്താവും? ഫാത്തിമ യക്തുബു എന്താകണം? തക്തുബു അദ്ദറസ് എന്നാകണം. അടുത്തത് സൽമാൻ വ സാമിർ എന്നാണ്. യക്തുബാനി അദ്ദറസ് അല്ലെ. ഇവിടെ സാമിർ എന്ന് പറഞ്ഞ വാക്ക് അധികം ചേർത്തിട്ടുണ്ട്. ഇവിടെ എന്ത് വരും? ഫാത്തിമ, ഒരു പെൺകുട്ടിയുടെ പേരും. ഫാത്തിമ വ നാജിയ യക്തുബാനി എന്താകും? തക്തുബാനി അദ്ദറസ്. പിന്നെ സൽമാൻ വ അസ്തിഖാഹു യക്തുബൂന അദ്ദറസ്. സൽമാനും അവന്റെ കൂട്ടുകാരും പാഠങ്ങൾ എഴുതുന്നു. ഫാത്തിമ വാസ്തിഖാഅഹ വാസ്തിഖാഉഹ. യക്തുബൂന എന്നുള്ളത് എന്താകും? യക്തുബൂന എന്നുള്ളത് യക്തുബുന. എന്താണ്?
യക്തുബുന ദറസ്, പാഠം എഴുതുന്നു എന്നാണ്. അങ്ങനെ എഴുതുക. അടുത്ത് 10 തർജിമൽ ജുമല ഇല താലിയ ഇല ലുഗത്തിക്. ഈ സെന്റൻസുകൾ നിങ്ങൾ തർജിം ചെയ്യാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഈ വാക്ക് പഠിച്ചു വെക്കണം. അൽ ഉമ്മു മസ്ദറുൽ ഹുബ്ബി വൽ ഹനാൻ. ഉമ്മ സ്നേഹത്തിന്റെയും എന്താണ് വാത്സല്യത്തിന്റെയും സോഴ്സ് ആണ്, ഉത്ഭവമാണ്. കേട്ടോ, സ്നേഹത്തിന്റെയും ഉമ്മ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉറവിടമാണ് എന്ന് എഴുതാം. അതാണ് ട്രാൻസ്ലേഷൻ മലയാളത്തിൽ കേട്ടോ. മദർ ഈസ് ദ സോഴ്സ് ഓഫ് ലവ് ആൻഡ് കെയർ. ലവ് ആൻഡ് കെയർ എന്ന് കൊടുക്കാം. പിന്നെ ഇത്ആമുൽ ഫഖീർ ഖൈറുൻ തജിദു സവാബഹു യൗമിൽ ഖിയാമ. ഇത്ആമുൽ ഫഖീർ, ദരിദ്രന് ഭക്ഷണം കൊടുക്കുന്നത്, ഖൈറുൻ ഒരു നന്മയാണ്, തജിദു സവാബഹു യൗമിൽ ഖിയാമ അതിന്റെ നന്മ യൗമിൽ ഖിയാമത്തിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫക്കീറിന്, ദരിദ്രന് ഭക്ഷണം കൊടുക്കൽ നന്മയാണ്, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് യൗമിൽ ഖിയാമത്തിൽ ലഭിക്കും, അന്ത്യനാളിൽ ലഭിക്കും എന്നാണ്. ഓക്കെ. 11 കമ്മിൽ കമാഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളതുപോലെ പൂർത്തിയാക്കാൻ. അൽ മിസാൽ എന്താണ്? ഫതഹൽ വാലിദു വൽ ബാബ, കുട്ടി വാതിൽ തുറന്നു. അപ്പൊ അതെങ്ങനെ മാറ്റി ഇവിടെ? ഹാവലൽ വാലിദു അൻ യഫ്തഹൽ ബാബ. അപ്പൊ ഇവിടെ എന്താണ്? ഫതഹിക്ക് വരും ഹാവല വന്നു. എന്താണ്? ഫതഹ എന്തായി? അൻ യഫ്തഹ എന്നായി അൽ ബാബ. കേട്ടോ. അപ്പൊ ഹാവലൽ വാലിദു അൻ യഫ്തഹൽ ബാബ എന്നുള്ളത് ഇവിടെ എന്താകും? ഹഫിള ത്വാലിബു അൽ മംലൂം, കുട്ടി കുട്ടി കവിത കാണാതെ പഠിച്ചു എന്നാണ്. അപ്പൊ ഹാവല ത്വാലിബു അൻ ഹഫിള എന്താകണം? അൻ യഹ്ഫള അൽ മംലൂം എന്നാണ്. ഹാവല ത്വാലിബു അൻ യഹ്ഫള അൽ മംലൂം. അടുത്തത് നസറൽ ഗനി വൽ ഫഖീർ. ഗനിയ് ധനികൻ ദരിദ്രനെ സഹായിച്ചു. അപ്പൊ ധനികൻ ദരിദ്രനെ സഹായിക്കാൻ ശ്രമിച്ചു എന്നാണ് എഴുതുന്നത്. ഹാവലൽ ഗനിയു നസറേന അൻ യൻസുറ അൽ ഫഖീറ. മനസ്സിലായോ? അടുത്തത് ലമ്മത്തിൽ ഉമ്മു ഇബ്നഹ, ഉമ്മ മകനെ ചേർത്തു. അപ്പൊ ഹാവലത്ത് അൽ ഉമ്മു അൻ ലമ്മത്ത്, യലുമ്മ എന്നാണോ തലുമ്മ എന്നാണോ? അൻ തലുമ്മ ഇബ്നഹ. ഹാവലത്തിൽ ഉമ്മു അൻ തലുമ്മ, ഉമ്മ അൻ തലുമ്മൽ ഇബ്നഹ എന്ന് വരും. ഓക്കെ. അടുത്തത് ലാഹിദ് ഷദിൽ ഓർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ലാഹദ ഷംസുൽ മുഫ്രദാത്ത് വക്തുബ് സലാസ ജുമലിൻ അൻ അഹമ്മിയത്തിൽ ഇത്ആമുൽ ഫുഖറാ കമാ ഫിൽ മിസാൽ. ഈ ഷംസുൽ മുഫ്രദാത്ത് നോക്കിയിട്ട് എന്താണ് ഫുഡ് കൊടുക്കുന്നതിന്റെ, ദരിദ്രന്മാർക്ക് ഫുഡ് കൊടുക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് 3 സെന്റൻസ് ഉണ്ടാക്കുക. ഒരു ഉദാഹരണം ഇവിടെ ഉണ്ട്. അൽ അഅമാലുൽ ഖൈരിയ, നല്ല പ്രവർത്തനം. ഇത്ആമുൽ ഫുഖറാ, ദരിദ്രർക്ക് ഫുഡ് കൊടുക്കൽ. യൂരിസു സവാബ്, എന്താണ്? നന്മ കൊണ്ടുവരും. വാജിബാത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ ഡ്യൂട്ടി. കൻസിൻ യൗമൽ ഹിസാബ്, അന്ത്യദിനത്തിൽ കണക്കെടുപ്പ് നാളിൽ ഒരു നിധിയാണ്. ഒന്നാമത്തെ ഉദാഹരണം ഇത്ആമുൽ ഫുഖറാ മിനൽ അഅമാലിൽ ഖൈരിയ. അപ്പൊ ഇത്ആമുൽ ഫുഖറാ മിൻ ചേർത്തിട്ടുള്ളൂ, ഇവിടെ ആകെ ഒരു മിന്ന ചേർത്തിട്ടുള്ളൂ. അതുപോലെ അടുത്ത് എങ്ങനെ പറയാം? ഇത്ആമുൽ ഫുഖറാ മിൻ വേണ്ട, യൂരിസു സവാബ്. ഇത്ആമുൽ ഫുഖറാ യൂരിസു സവാബ് രണ്ടാമത്തെ എഴുതാം. പിന്നെ ഇത്ആമു ത്വആം മിൻ, ഇവിടെ ഒരു മിൻ കൊടുക്കുക. ഈ മിൻ വാജിബാത്തുൽ ഇൻസാൻ. അടുത്ത ഇത്ആമുൽ ഫുഖറാ ഒന്നും എഴുതണ്ട, കൻസുൻ യൗമുൽ ഹിസാബ്. ഇത്ആമുൽ ഫുഖറാ കൻസുൻ യൗമുൽ ഹിസാബ്. അത്ര എഴുതിയ 3 സെന്റൻസ് കേട്ടോ. ഫുഡ് കൊടുക്കല് കൻസാണ്, ഒരു ട്രഷറാണ് എന്ന് എഴുതാം. അടുത്തത് 12 ബഅദ ഹഫിൽ തക്രീമി ഫിൽ മദ്റസ ജാഅത്തിൽ ഉമ്മു ഇലാ ഫൗസാൻ. സ്കൂളില് എന്താണ് അവനെ തക്രീം ചെയ്തില്ലേ, ആദരിച്ചതിന് ശേഷം ഉമ്മ ഫൗസാന്റെ അടുത്തേക്ക് വന്ന് അവനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഫദാറ ബൈനഹുമാ ഹിവാർ, അവരിടയിൽ ഹിവാർ ഹിവാർ മിൻ ഖയാലിക്, ആ ഹിവാർ നിങ്ങൾ തയ്യാറാക്കുക. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഉമ്മ പറഞ്ഞ കാര്യം എന്തായിരിക്കും? നീ എന്റെ പ്രിയപ്പെട്ട മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം അല്ലെ. നമുക്കതെങ്ങനെ എഴുതാം? ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഉമ്മ പറയാണ് ഫൗസാൻ യാ ഖുറത്ത ഐനി, എന്റെ കൺകുളിർമയെ, അൻത ഫഖ്രി വ സആദതി, നീ എന്റെ അഭിമാനവും സന്തോഷവുമാണ്. ലഖദ് റഫഅത റഅസി അമാമൽ ജമീ, എല്ലാവരുടെ മുമ്പിൽ എന്റെ ശിരസ് നീ ഉയർത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഫൗസാൻ യാ ഉമ്മി കുല്ലമാ അന ഫീഹി മിൻ ഫദ്ലിക അൻതി, ഞാനിപ്പോ ഉള്ള എല്ലാ കാര്യവും മിൻ ഫദ്ലിക,
ഉമ്മയുടെ അനുഗ്രഹമാണ്. ലൗലാക്കി മാ വസൽത്തി ഇലൽ ഹുന, താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. ഉമ്മ ബാറക്കല്ലാഹു ഫീഖ്, നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇസ്തമിർ റഫിൽ അസീറ, നീ ഇത് തുടരണം. ഫഅൻത നൂരി ഫി ഹാദൽ ഹയാത്ത്, എന്റെ ജീവിതത്തിൽ നീ എന്റെ പ്രകാശമാണ്. ഫൗസാൻ അൻത ഖൽബി വ ഖുദ്വത്തി, എന്റെ ഹൃദയവും എന്റെ മാതൃകയും താങ്കളാണ്. അഇദുക അൻ അകൂന ഇബ്നകൽ മുഹിബ്ബ് ദായിമൻ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല മകനായിട്ട് ഞാൻ മാറുമെന്ന് നിങ്ങൾക്ക് വാക്കു തരുന്നു എന്നായിരിക്കും പറയുക. അതൊരു മോഡൽ കേട്ടോ. അടുത്തത് റത്തുബുൽ അഹ്ദാസ് താലിയ, താഴെയുള്ള ഈ സംഭവങ്ങൾ ഓർഡറിലാക്കി എഴുതാനാണ്. എങ്ങനെ ഓർഡറിലാക്കാം? ഇതാ ജുഹയുടെ കഥയാണ് അല്ലെ. ആദ ജുഹ ഇല ബൈത്തിഹി, ജുഹ വീട്ടിലേക്ക് മടങ്ങി. തവജ്ജഹ ഇലൈഹി ബി മലാബിസിൻ ബാലിയ, അവിടേക്ക് മോശം വസ്ത്രം, പഴയ വസ്ത്രം ഇട്ട് പോയി. ഇർത്തദ മിഅതഫൻ ജദീദൻ വ തവജ്ജഹ ഇലൽ ഖസർ, പുതിയ കോട്ടിട്ടിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. ഇസ്തൗഖഫൽ ബവ്വാബു മനഅഹു, ഗേറ്റ് കീപ്പർ അയാൾ നിൽക്കാൻ പറയുകയും തടയുകയും ചെയ്തു. മറത്തൻ ദുഅയ ജുഹ ഇല ഖസ്രിൻ ലി വലീമ, ഒരു ദിവസം ജുഹയെ ഒരു കൊട്ടാരത്തിലേക്ക് വലീമ, ഫുഡ് കഴിക്കാൻ വേണ്ടി, വലീമ സദ്യ കഴിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു ജുഹ. ഫസ്തഖ്ബലഹൽ ബവ്വാബ്, ബവ്വാബിനെ കണ്ടുമുട്ടി. ഇത്രയും കാര്യങ്ങൾ ഓർഡറിലല്ല ഉള്ളത്. ആദ്യം ഏത് വരും? ആദ്യം ഇത് വരും അല്ലെ. ആദ്യം ക്ഷണിച്ച കാര്യം പറയണം, വേണ്ടേ? അപ്പൊ നമ്മൾ മറത്തൻ ദുഅയ ജുഹ ഇല, അവിടേക്ക് പോയി. പിന്നെ ഡ്രസ് ഇട്ടിട്ട് പോയി അല്ലെ. തവജ്ജഹ ഇലൈഹി, അപ്പൊ ആരെ കണ്ടു? ആ ബവ്വാബ് അവനെ കണ്ടു. മൂന്നാമത് വരും. എന്നിട്ട് അവൻ നിർത്തിയില്ലേ, അവനെങ്ങനെ നിർത്തി? ഇസ്തൗഖഫ, തടഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? ആദ ജുഹ ഇല ബൈത്തിഹി, വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അവസാനം പുതിയ ഡ്രസ് ഇട്ടിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. ഈ ഓർഡറിലാണ് അത് എഴുതുന്നത്. റെഡിയല്ല മക്കളെ? അടുത്ത് 13 നഖ്റഉ സുത്തൂറ വ നക്തശുഹു മിൻഹുൽ അളദാദ് ലിൽ കലിമാത്ത് താലിയ. ഇവിടെ കുറെ ഒരു പദ്യത്തിന്റെ വരിയുണ്ട്. അതിലെ ഈ വാക്കുകളുടെ എന്ത് ചെയ്യണം? ളിദ് എന്ന് പറഞ്ഞ വിപരീതം എഴുതണം. അത്ഇം ഫക്കീറൻ ഫദാക്കൽ ഖൈറു തക്നിസുഹു, നിങ്ങൾ ഫക്കീറിന് ഭക്ഷണം കൊടുക്കണം, അത് നിങ്ങൾക്ക് നിധിയാണ്. യൗമുൽ ഹിസാബ് തജിദ് മാജുദ് തളഅഫഹു, നിങ്ങൾ ചെയ്തത് ഇരട്ടിയായി കിട്ടും. ഇത്ആഉ മിസ്കീനൻ ഖൈറു മിൻ കസീരി അമൽ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മിസ്കീന് ഫുഡ് കൊടുക്കലാണ്. ഇയ്യാക വൽ ബുഖല ശർറും ബിഐസ മർതഉഹു, നിങ്ങൾ ബുഖലിനെ എന്ത് ചെയ്യുക? കരുതിയിരിക്കുക, അത് അവന്റെ മേച്ചിൽ സ്ഥലം എത്ര മോശം എന്നാണ് അല്ലെ. ഇവിടെ ഷെർ എന്ന് പറഞ്ഞ തിന്മ. അപ്പൊ നന്മയ്ക്ക് ഏതാ വരിക? ഖൈർ അല്ലെ. ഖനിയ് ധനികൻ, ദരിദ്രൻ ഫഖീർ. ഖലീൽ കുറച്ച്, കൂടുതൽ എന്നെങ്ങനെ പറയണം? കസീർ. കേട്ടോ? ശരിയല്ലോ മക്കളെ? അടുത്ത 14 അഇദ് ബയാനൻ അൻ ഖിദമാത്തിൽ ഉമ്മി ബിസ്തിആന നിഖാത്ത് താലിയ, താഴെ എന്താണ് ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉമ്മയുടെ സേവനങ്ങളെ കുറിച്ച് ഖിദമാത്ത് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചതാണ്. അതിനൊന്നും കൂടി കാണിക്കാം. മുദക്കിറാൻ ഖിദമാത്തുൽ ഉമ്മഹാത്ത്, ഇത് പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ ബുക്കിലെ വാചകങ്ങൾ വെച്ച്. അൽ ഉമ്മു തഖൂമു ബി ഖിദമാത്തിൻ കസീറ ഫിൽ ബൈത്ത്, വീട്ടിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നു. തുർലിഉൽ ഉമ്മു വലദഹാ ബി ഹനാനിൻ വ റിആയ, മക്കളെ എന്ത് ചെയ്യുന്നു? പാലൂട്ടുന്നു അല്ലെ. തുനല്ലഫുൽ മലാബിസ്, വസ്ത്രങ്ങൾ കഴുകുന്നു, വീട് അടുക്കി പറക്കുന്നു. തുറബി അബ്നാഅ അലൽ ഖുലുഖിൽ ഹസനി വ തുഹിബ്ബുഹും, കുട്ടികളെ നല്ല നിലയ്ക്ക് വളർത്തുകയും അവർ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. തത്ബഖു ത്വആമൽ ലദീദ ലിഅഇൽതിഹാ, കുടുംബത്തിന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുന്നു. തഖൂമു ബികുല്ലി അഅമാലിൽ ബൈത്തി ബിജിദ്ദിൻ വ നശാത്ത് അല്ലെ. അവരെ എന്ത് ചെയ്യുന്നു? വീട്ടിലെ എല്ലാ പണിയും വൃത്തിയായി ചെയ്യുന്നു. പിന്നെ തുഅദ്ദിബു ഔലാദഹ വ തുർഷിദുഹും, മക്കളെ അദബുണ്ടാക്കുന്നു, അവരെ നന്മയിലേക്ക് നയിക്കുന്നു. ലാ ശക്ക ഹിയൽ മദ്രസത്തുൽ ഊലാ ലികുല്ലി ഔലാദിൻ വ ബനാത്ത്, എല്ലാ കുട്ടികളുടെയും ആദ്യത്തെ സ്കൂളാണ് ഉമ്മ എന്നുള്ളത് അല്ലെ. ഇങ്ങനെ നമുക്ക് ഉമ്മയുടെ ഖിദ്മാത്തിനെ കുറിച്ച് പാരഗ്രാഫ് എഴുതാം. അടുത്തത് അഇദ് മുദക്കിറ, ഇവിടെ വേറെ ഇതൊരു ഓർ ക്വസ്റ്റ്യൻ ആണ്. അഇദ് മുദക്കിറ യൗമിയ കതബഹ ഫൗസാൻ ഫഅദ തഹ്ഫിൽ തക്രീം ബി ഇസാഅത്ത് നിക്കാത്ത് താലിയ, ഈ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഹഫ്ല തക്രീം, അവനെ ആദരിക്കൽ ചടങ്ങിന് ശേഷം എന്ത് ചെയ്തു എന്നുള്ളതാണ്. യൗമുൽ ഫറഹ്, സന്തോഷ ദിവസം. അൽ യൗമുൽ ഫറഹ് എന്നൊക്കെ എഴുതില്ലേ.
ലാ അൻസ ഹാദൽ യൗം, ഇന്ന് എനിക്ക് ദിവസം മറക്കാൻ പറ്റില്ല. കം ഫാനത്ത് ഫർഹത്തി, എനിക്ക് എന്ത് സന്തോഷമായിരുന്നു. തസല്ലംതുൽ വിസാമ മിൻ മുദീറിൽ മുഖാത്ത, ഞാന് മുഖാത്ത ജില്ലാ കളക്ടറിന് മെഡൽ വാങ്ങി. മലകത്ത് കൽബി, എന്റെ ഹൃദയം നിറഞ്ഞു. ഉമ്മി അമാമൽ മസ്റഹ്, ഉമ്മ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ നമ്മൾ എഴുതിയതാണ്. ഇതിന്റെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി കാണിക്കാം. കാനത്തിൽ യൗമു ദാഫി അംബിൽ മഹബ്ബ, ഇന്നെനിക്ക് എന്താണ് സ്നേഹം കൊണ്ട് ഊഷ്മളമായ ഒരു ദിവസമാണ്. അന്നഹു ഉഖീമ ലി ഹഫ്ലു തഖീം ഫിൽ മദ്രസ, സ്കൂളിൽ എനിക്കൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു. സഅയ്തു ഇലൽ മസ്റഹ്, ഞാൻ സ്റ്റേജിലേക്ക് കയറി. വ ഖൽബു യദഖു ബിഖുവ, എന്റെ ഹൃദയം പടക്കുണ്ടായിരുന്നു. നളർത്തു ഉമ്മി ഫി സഫിൽ അമാമി, ഉമ്മാനെ ഞാൻ മുമ്പിലിരിക്കുന്ന ഉമ്മയെ ഞാൻ നോക്കി. തബ്കി മിനൽ ഫറഹ്, സന്തോഷം കൊണ്ട് അവൾ കരയുന്നു. വഖുൽതു ഫീ കലിമത്തി, ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞു. ഹാദൽ ഫഖർ ലൈസ ലി വഹദി, ഈ അഭിമാനം എനിക്ക് മാത്രമല്ല. ബല്ലി ഉമ്മി അല്ലത്തി റബ്ബത്നി വഅല്ലംത്നി വശജ്ജഅത്നി, എന്റെ ഉമ്മാക്കാണ്. അവരെന്നെ വളർത്തി, എന്നെ പഠിപ്പിച്ചു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. വലിക്കുല്ലി തിഫ്ലിൻ യഹ്ലും, സ്വപ്നം കാണുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ലാ അൻസ ഹാദൽ യൗമ അബദൻ, ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പൊ ഞാനിതില് മുദീർ മുഖാത്തയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് എഴുതാവുന്നതാണ് കേട്ടോ. അടുത്ത 15, ഇഖ്റ തർജമത്ത് ഹയാത്ത് ഷാഇർ യൂസഫുൽ ഇളം, യൂസഫുൽ ഇളമിന്റെ തർജമത്തുൽ ഹയാത്ത് ഉണ്ട്, അത് വായിച്ച് വാജിബ് അനിൽ അസ്ഇലത്തി താലിയ, ഇവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. വിലുക യൂസഫുൽ ഇളം, യൂസഫുൽ ഇളം ജനിച്ചു. ഫി മദീനത്തി മുആൻ ജനൂബുൽ ഉർദുൻ 1930 1931 ജനിച്ചു. വസ്തഹറബി ഷായർ അൽ അഖ്സ എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഒമിൻ ദവാവീനി ഷഅരിഹി, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് ഫി റിഹാബിൽ അഖ്സ വയാ ഖുദ്സ് എന്നുള്ളത്. തൂഫിയ സനത്ത് അൽഫൈൻ വ 2008 മരിച്ചു. അപ്പൊ അയിന ഉലിദ യൂസഫുൽ ഇളം, എവിടെയാണ് ജനിച്ചത്? ഫി മദീനത്തി, എങ്ങനെ കൊടുക്കാം നമുക്ക്? ഫി മദീനത്തി മുആൻ. മത്താ തൂഫിയ യൂസഫുൽ ഇളം, യൂസഫുൽ ഇളം മരണപ്പെട്ടത് തൂഫിയ സനത്ത 2008. ഉക്തുബ് ഇസ്മ ദീവാനിഹി, അദ്ദേഹത്തിന്റെ ദീവാന്റെ പേര് എഴുതാൻ. ഫി റിഹാബിൽ അഖ്സ. മാ ലഖബ് യൂസഫുൽ ഇളം, യൂസഫുൽ ഇളമിന്റെ എന്താണ് വിളിപ്പേര്? എന്താണ് അദ്ദേഹം അറിയപ്പെട്ടത്? വകൽ ഷാഇറുൽ അഖ്സ എന്ന പേരിലാണ്. ഓക്കെ, അടുത്തത് 16-ാമത്തെ ഇഖ്റ മുഖദ്ദിമ മുദവ്വിന്, ഒരു റിപ്പോർട്ടറിന്റെ അല്ലെങ്കിൽ ഒരു മുദവ്വിൻ ബ്ലോഗറിന്റെ തഖ്ദീം, അയാളുടെ ആങ്കറിംഗ് കാക്കാണ്. അതാണ് ഖനാത്ത് റിഹ്ല ചാനലിലെ. വായിദ മുഖദ്ദിമ നാഖർ ബി മുസായത്തി നിഖാത്ത് താലിയ, വേറൊരു ആങ്കറിംഗ് മുഖദ്ദിമ, ആമുഖം നിങ്ങൾ പറയണം. ഇതുപോലെ ഒരു ആമുഖം പറയണം. മസാ അൽ ഖൈർ അഹ്ലൻ വസഹ്ലൻ ബിക്കും ഫി ഹൽഖത്തിൻ ജദീദ മിൻ ഖനാത്തി റിഹ്ല അൽയൗമ നഹ്നു ഫി സോമാൽ, ഇന്ന് നമ്മൾ സോമാലിയയിലാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോമാലിയയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബൊസാസോ എയർപോർട്ടിന്റെ അടുത്താണ്. ഒമാന മുർഷിദുന സയ്യിദ് ഡേവിഡാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇസ്മുൽ ഖനാത്ത് എന്താക്കണം? സഫർ എന്നാക്കണം. മക്കാൻ ഡൽഹി ആക്കണം. വക്ത് സബാഹനാക്കണം. ഇസ്മുൽ മുർഷിദ് ഹാഷിം എന്നാക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? മസാൽ ഖൈർ അഹ്ലൻ വസഹ്ലൻ ബിക്കും ഫി ഹൽഖത്തിൻ ജദീദ മിൻ ഖനാത്തി റിഹ്ലക്ക് പകരം എന്ത് എഴുതണം? അസ്സഫർ എന്ന് എഴുതണം. റിഹ്ലക്ക് പകരം അസ്സഫർ. അൽയൗമ യഹ്നു ഫി സൂമാൽ എന്നുള്ള അവിടെ എന്താകണം? ഫി ഡൽഹി എന്നാക്കണം. അൽ ആൻ അന അഖിഫു അമാമ മതാരി ഡൽഹി, അല്ലെ? ഡൽഹി എയർപോർട്ടിന് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ബുസാസോ മാറ്റി അതുവരെ ഡൽഹി എയർപോർട്ട്, ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് കൊടുക്കാം. ഒമാന മുർഷിദുന ഡേവിഡ് എന്നുള്ള അവിടെ ഹാഷിം ആക്കും. അത്രയും മാറ്റിയാല് നമ്മുടെ ഇത് ശരിയായി. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നിങ്ങളുടെ 8ാം ക്ലാസ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. മക്കൾ നന്നായി പഠിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരീക്ഷയ്ക്ക് ശേഷം അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നിങ്ങളുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.